ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പാത്തൂസ് ലിറ്റിൽ വേൾഡിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ടിപ്സ് വീഡിയോയും അതുപോലെ തന്നെ ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കണേ. അപ്പം നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ എൻ്റെ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ എല്ലാവരും ചിക്കൻ വാങ്ങുന്നവരാണ്. അപ്പം നമ്മൾ ഈ ചിക്കൻ കഴുകി കഴിഞ്ഞാൽ പിന്നെ ഈ ചിക്കൻ്റെ അഴുക്കൊന്നും പെട്ടെന്ന് പോകില്ല. നമ്മൾ എത്ര കഴുകിയാലും അതിൻ്റെ ചോരയെല്ലാം അതിൽ തന്നെ ഉണ്ടാവും, അടിയിടലായിട്ടുണ്ടാവും. എത്ര കഴുകി കഴിഞ്ഞാലും അത് വൃത്തിയായിട്ട് നമുക്ക് ക്ലീനാക്കി കിട്ടില്ല. അപ്പം അത് ക്ലീനായി കിട്ടാൻ വേണ്ടി അതിലേക്ക് ചിക്കനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വിനാഗിരി, ആ ചിക്കനിലേക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വരെ വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് അതുപോലെ തന്നെ വെക്കണം. ഞാനിത് ആദ്യം കഴുകിയെടുത്ത ചിക്കനാണ്. പിന്നെ കണ്ടില്ലേ, അതിലെ ബ്ലഡെല്ലാം പുറത്തേക്ക് വന്നിട്ടുണ്ട്. ചിക്കൻ നല്ല ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇത് ഒരു ബോഡി വാഷിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ ഇതുപോലത്തെ ബോട്ടിലുണ്ടെങ്കിൽ ആരും കളയണ്ട. അടിപൊളി ട്രിക്ക് പറഞ്ഞുതരാം. ഇത് ഞാൻ ആ പുറത്ത് ലെക്സ് എന്ന് എഴുതിയതിൻ്റെ ആ സ്റ്റിക്കർ ഞാൻ എടുത്ത് കളയുന്നുണ്ട്. അത് കളഞ്ഞാൽ നമുക്കൊരു രസം കിട്ടുമല്ലോ. പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ഉപയോഗിക്കുമ്പോൾ അത് ബോഡി വാഷിൻ്റെ ബോട്ടിലാന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്റ്റിക്കർ ഞാൻ കളയുന്നുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. ഇതിൻ്റെ എന്തോ ഭാഗ്യത്തിന് പെട്ടെന്ന് ആ സ്റ്റിക്കർ വലിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഓരോന്നൊന്നും പെട്ടെന്നൊന്നും കിട്ടില്ല. അപ്പം ഇതിൻ്റെ പുറത്ത് പശയുണ്ട്, ആ പശയും കൂടി ഒന്ന് കളയണം. അപ്പോൾ ഇങ്ങനെയുള്ള കുപ്പിയുടെ പുറത്ത് ഈ സ്റ്റിക്കർ പറിച്ചതിൻ്റെ പശ കളയാൻ വേണ്ടി കുറച്ച് തിളച്ച ചൂടുവെള്ളം എടുക്കാം. അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ആ പശയെല്ലാം പോയി കിട്ടും. പശ നമ്മൾ കളഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ആടിയടിയും വെക്കുമ്പം പൊടി തട്ടിയിട്ട് അതിൽ കൂടുതൽ ഇങ്ങനെ വൃത്തിയായിട്ട് ആവുകയോ ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ പശ കളയണം, എന്നിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ വെറുതെ കളയുന്ന ഇതുപോലത്തെ ബോട്ടിൽ എടുത്തു വെച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾക്ക് ഉപകാരപ്പെടും. നമുക്ക് ആദ്യം ആവശ്യമില്ല, പിന്നെ എപ്പോഴെങ്കിലുമായിട്ട് ആവശ്യം വരും എന്തായാലും. അപ്പോൾ ഇങ്ങനെ ബോട്ടിലെല്ലാം എടുത്ത് വെക്കുക. ചൂടുവെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ പശയെല്ലാം പോയിട്ടുണ്ട്. അതിൻ്റെ പുറത്തൊരു കലയുണ്ട്. അത് ഞാൻ ലേശം ഉപ്പിട്ടിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പോകുമെന്ന് ഉറപ്പൊന്നുമില്ല, ഞാൻ ഒന്ന് വെറുതെ ഒന്ന് ട്രൈ ചെയ്യുന്നതാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടാകുമ്പം ഒന്ന് സ്ക്രബ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് വീഡിയോ ഉണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണണം. അതുപോലെ തന്നെ സപ്പോർട്ടും വേണം നിങ്ങളെ. നല്ലോണം ഞാനിവിടെ ഉരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പോകുന്നെങ്കിൽ അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ഞാനിതാ കഴുകി എടുത്തിട്ടുണ്ട്. എന്നാലും കുറച്ചൊക്കെ പശയൊക്കെ ക്ലീനായി പോയി. അതുപോലെ തന്നെ കുറച്ചൊക്കെ ഒരു നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് ഇപ്പം. അല്ലെങ്കിൽ നമ്മൾ പശയോടെ വെക്കുമ്പോൾ ആണെങ്കിൽ നമ്മൾ അവിടെ വെക്കുമ്പോഴും പുറത്തുള്ള പൊടിയെല്ലാം പാറിയിട്ട് ആ പശക്കട പറ്റിയിട്ട് കുപ്പിക്ക് ആകെ ഒരു വൃത്തിയുടെ പോലെയാവും. ഞാൻ ആദ്യം നന്നായി കഴുകിയിട്ട് ഉണക്കിയെടുത്തൊരു കുപ്പിയാണ് ബോഡി വാഷിൻ്റെ. അപ്പം ഞാൻ രണ്ടാമത്തേതിപ്പം അതിൻ്റെ സ്റ്റിക്കറും ഇതെല്ലാം കളയാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിലിട്ടപ്പം ഒന്നും കൂടി കുറച്ച് വെള്ളമായിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഉണക്കണം അതിൻ്റെ ഉള്ളിൽ, എന്നിട്ടാകുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ കുറച്ച് കാച്ചിയ വെളിച്ചെണ്ണയുണ്ട്, അതിലേക്ക് ഒഴിച്ചെടുക്കാൻ പോയെന്ന്. അപ്പം നമുക്ക് ഇപ്പോൾ ഇതുപോലത്തെ കുപ്പിയിലല്ലാതെ നമുക്ക് കുഞ്ഞു മക്കളെല്ലാം എടുക്കുമ്പം അങ്ങനെ തന്നെ കൈ തട്ടി മറിയും പുറത്തേക്ക്, കൈ നിറഞ്ഞിട്ട്. അപ്പോൾ അതിനേക്കാൾ നല്ല യൂസ്ഫുള്ളാണ് ഇതിൽ ഒഴിച്ചു കൊടുത്താൽ. അവർക്ക് എടുക്കുമ്പം എണ്ണ ഈസി ആയിട്ട് കയ്യിലേക്ക് ഒഴിക്കാൻ പറ്റും. അഥവാ നമ്മൾ എവിടെയെങ്കിലും പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമുക്ക് ബാഗിലിട്ടിട്ട് കൊണ്ടുപോകാൻ എളുപ്പമാവും. ഇതുപോലത്തെ നല്ലൊരു അടപ്പും ഉണ്ട്. നമ്മളിപ്പോൾ 2-3 ദിവസത്തേക്ക് എവിടെയെങ്കിലും യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് തേക്കുന്ന തലയിലത്തെ എണ്ണ മാറ്റി കഴിഞ്ഞാൽ പിന്നെ മുടി കൊഴിച്ചിൽ വരും. അപ്പം നമ്മൾ ഇത് ബാഗിലെടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ബോട്ടിലാക്കുമ്പോൾ ഇതുപോലത്തെ കുപ്പി ഉണ്ടെങ്കിൽ ആരും കളയണ്ട, ഇങ്ങനെ യൂസാക്കിയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഇത് മാത്രമല്ല വേറെ എന്തെങ്കിലും ആയിട്ട് ഉപകാരപ്പെടും. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ബോട്ടിൽ ആരും കളയണ്ട. ഇപ്പോൾ ശരിക്കും ഈ കുപ്പിയാണ് നമ്മൾ ഹെയർ ഓയിൽ പുറത്തുനിന്ന് ഒരു വാങ്ങിയ പോലെ തന്നെ തോന്നുന്നില്ലേ. അതുപോലെ തന്നെ ഈ റോസ്മേരി വാട്ടറെല്ലാം വീട്ടിൽ തയ്യാറാക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ തയ്യാറാക്കിയാൽ ഫ്രിഡ്ജിൽ ഒരു 5 ദിവസം വരെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇല്ലാലും നമുക്ക് ഈ കുപ്പിയിൽ ഒഴിച്ച് വെക്കാം. അതുപോലെ തന്നെ ഇത് ഡിഷ് വാഷിൻ്റെ ഒരു ലിക്വിഡ് കുപ്പിയാണ്. ആദ്യം ഡിഷ് വാഷിൻ്റെ കുപ്പി നല്ല വൃത്തിക്ക് തന്നെ കഴുകണം. എന്ന് വെച്ചാൽ അത്രയും അപകടകാരിയാണ് നമ്മൾ വൃത്തി കഴുകിയിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇത് ഞാൻ കുറേ യൂസാക്കിയ ഒരു കുപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചാൽ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഇതുപോലത്തെ ബോട്ടിലും ഉണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക, നമുക്ക് വെളിച്ചെണ്ണ അതുപോലെ തന്നെ ഓയിൽ ഇതെല്ലാം ഒഴിച്ച് വെക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിക്കാനും സിമ്പിളാണ്. അതിൻ്റെ മേലത്തെ അടപ്പ് തുറന്നിട്ട് ഏകദേശം 1 ലിറ്റർ വെളിച്ചെണ്ണ വരെ നമുക്ക് ഒഴിക്കാൻ പറ്റും. അപ്പം നമ്മൾ 1 ലിറ്ററിൻ്റെ പാക്കറ്റെല്ലാം വാങ്ങി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പം ഇങ്ങനെയുള്ള ബോട്ടിലൊന്നും ആരും കളയാണ്ട് എടുത്ത് വെച്ചോ.
അപ്പോൾ അടുത്തത് നല്ല ഹെൽത്തി ഒരു റെസിപ്പിയാണ്, ഒരു നല്ല അടിപൊളി ഒരു ഷെയ്ക്കാണ്. അപ്പോൾ ഞാനിതാ 4 ക്യാരറ്റ് എടുക്കാം, നമുക്ക് എത്രയും വേണ്ടി വെച്ചാൽ അതുപോലെ ക്യാരറ്റ് എടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് തൊലി കളയുന്നുണ്ട്. മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാവും. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, വീട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്തായാലും ഉണ്ടാക്കി നോക്കണം. കഴുകി വൃത്തിയാക്കിയിട്ടാകുമ്പം ഇതൊന്ന് ഒരു 3 വിസിലൊന്ന് വേവിച്ചെടുക്കണം. ഒരു 3 വിസിൽ മതിയാവും. വേവിച്ച ക്യാരറ്റിനായത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം, അതിലേക്ക് ഈ വേവിച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് നല്ലവണ്ണം തണിഞ്ഞതിന് ശേഷം മാത്രം ജാറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഞാനിത് നോമ്പിനാക്കി ഷെയ്ക്കാണ്, അപ്പം ബാങ്ക് കൊടുക്കാനായിന്, അപ്പം ക്യാരറ്റ് തണിയാനൊരു സമയമില്ല, അതുകൊണ്ടാണ് ഞാൻ ചൂടോടെ തന്നെ ഇട്ട് കൊടുത്തത്. ഇതിലേക്ക് പിന്നെ വേണ്ടത് കട്ടപ്പാലാണ്. കട്ടേനെ എടുക്കാൻ ശ്രമിക്കണം, എന്നാലേ നമ്മളെ ഷെയ്ക്ക് നല്ല രസം ഉണ്ടാവുമല്ലോ. ഞാനിതാ ഇതിലേക്ക് പാൽക്കട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ജ്യൂസ് കുടിക്കാത്ത മക്കൾക്ക് ഇതുപോലെ ആക്കി കൊടുത്താൽ അവർ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങും. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും അവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ അതിലേക്ക് ഞാനിതാ 10 രൂപയുടെ ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. 10 രൂപയുടെ മതി, അത് ഫുള്ളായിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വാനിലയുടെ ഐസ്ക്രീം എടുത്തിട്ട്, നിങ്ങൾക്ക് സ്ട്രോബെറി വേണമെങ്കിൽ സ്ട്രോബെറി വാങ്ങിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ വാനില ഉണ്ടായത്. അപ്പോൾ റമളാനല്ലേ വരാൻ പോകുന്നത്, അപ്പോൾ ആ സമയത്ത് നോമ്പ് തുറക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറാക്കി നോക്കണം. ക്ഷീണത്തിനും എല്ലാം നല്ലതാണ്. ഇതിലേക്ക് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക. ഒരുപാട് പഞ്ചസാരയൊന്നും വേണ്ട, ഐസ്ക്രീമിൻ്റെ മധുരം തന്നെ എന്തായാലും ഉണ്ടാവും. പിന്നെയും ക്യാരറ്റും ചെറുങ്ങനെ മധുരക്കുന്നത്, അപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. എല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഇതിൽ നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കുടിക്കുന്നവരും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും ബായ്.